ഹലോ എവരിവൺ. ഇന്ന് +2 ബോർഡ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയതും അതുപോലെ തന്നെ ജെഇക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് ഇക്വേഷൻസും ഉള്ളതുമായ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബയോട്ട്-സാവർട്ട് ലോ. ഓക്കെ, സോ എന്താണ് ബയോട്ട്-സാവർട്ട് ലോ എന്ന് ചോദിച്ചാൽ, നമ്മൾ 10th പഠിക്കുന്നുണ്ട് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ടെന്നല്ലേ. ഇവിടെ അത് എത്രത്തോളം വരുമെന്ന് കണ്ടുപിടിക്കുക, എത്രത്തോളം ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു ലോ ആണ് ബയോട്ട്-സാവർട്ട് ലോ. ഓക്കെ, സോ നമുക്കിവിടെ I എമൗണ്ട് കറണ്ട് ഒഴുകുന്ന ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ കണ്ടക്ടറിന്റെ അടുത്ത് R ഡിസ്റ്റൻസ് മാറി ആരുണ്ടടാ ഒരു പോയിന്റ് ഉണ്ട്. കണ്ടക്ടറിൽ നിന്നും ഈ പോയിന്റുകൾ ദൂരം R ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ ചെറിയൊരു ആംഗിൾ ഫോം ചെയ്യുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? ചെറിയൊരു ആംഗിൾ തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷനും അതുപോലെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ ഡയറക്ഷന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. ഓക്കെ, കറണ്ടിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ ആണ് മക്കളെ ആര്? തീറ്റ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ചെറിയൊരു കറണ്ട് എലമെന്റ് കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ കറണ്ട് എലമെന്റ്? ഒന്നുമില്ല മക്കളെ, DL ലെങ്ത് ഉള്ള I കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ഭാഗം, കണ്ടക്ടറിന്റെ ചെറിയ ഒരു ഭാഗം, അതാണ് ആര്? കറണ്ട് എലമെന്റ്. ഓക്കെ, സോ കറണ്ട് ഒഴുകുന്നത് I, അവന്റെ ചെറിയ ലെങ്ത് DL. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R. അപ്പോ ഈ ഒരു ചെറിയ കറണ്ട് എലമെന്റ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കില്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് DB എന്ന് വിളിക്കാം. എന്താണ് DB എന്താ കാരണം? ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആരാ? ചെറിയൊരു എലമെന്റ് ഉണ്ടാക്കുന്നത് അല്ലേ. ഓക്കെ, നൗ ഈ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് DB ആരോടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, DB ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. കറണ്ട് കൂടുന്തോറും DB കൂടും, ഒബ്വിയസ്ലി. ഓക്കെ, നൗ DB is also proportional to DL. DL എന്താ മക്കളെ? DL ആ ചെറിയ ലെങ്ത്, നമ്മൾ കറണ്ട് എലമെന്റ് കൺസിഡർ ചെയ്തതിന്റെ ചെറിയ DL ലെങ്ത്. ഓക്കെ, അതുപോലെ തന്നെ DB is also proportional to sin theta. എന്താണ്? ഇവിടെ നമ്മളൊരു തീറ്റ പറഞ്ഞല്ലോ, കറണ്ടിന്റെ ഡയറക്ഷനും ഡിസ്റ്റൻസിന്റെ ഡയറക്ഷന്റെയും നടുക്ക് വരുന്ന ആംഗിൾ അല്ലേ? ആ ആംഗിളിന്റെ സൈനോട് DB പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഒരു റിലേഷൻ കൂടി വരുന്നത്, DB ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R². ദൂരത്തിനോട് 1/R² എന്ന രീതിയിലാണ് പ്രൊപ്പോർഷണൽ ആവുന്നത്. ഓക്കെ, ഇത്തരം 4 പാരാമീറ്റേഴ്സുമായിട്ട് നേരിട്ട് ഇവന് ബന്ധമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 4 ടേമിനെയും കൂടെ ഒരുമിച്ച് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? DB ഈസ് പ്രൊപ്പോർഷണൽ ടു IDL sin theta by R². IDL sin theta by R². ഓക്കെ, ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്കൊന്ന് മാറ്റണ്ടേ? അതിനുവേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആളാണ്, താഴെ ഞാൻ എഴുതാണ്. നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി നമ്മൾ എഴുതുമ്പോ നമ്മുടെ ഇക്വേഷൻ DB ഈക്വൽ ടു μ0/4π എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അവിടെ വരുന്നു. ഓക്കെ, ദെൻ ബാക്കി ആൾക്കാർ ആരൊക്കെയാണ്? IDL sin theta by R². ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ബയോട്ട്-സാവർട്ട് ലോ പറയുന്നത്. ഓക്കെ, ഒരു ചെറിയ കറണ്ട് എലമെന്റ് അയാള് R ഡിസ്റ്റൻസ് അകലെ ഉണ്ടാക്കുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ DB ഈക്വൽ ടു μ0/4π IDL sin theta by R². ഓക്കെ, അപ്പൊ ഇവിടെ പുതിയതായിട്ട് വന്ന ആള് μ0/4π ആണല്ലേ. μ0/4π. ഈ μ0/4π എന്ന് പറഞ്ഞാല് അയാളുടെ വാല്യൂ വരുന്നത്, ഓർത്ത് വെക്കേണ്ട വാല്യൂ ആണ്, 10⁻⁻⁷. യൂണിറ്റ് കൂടി ഓർത്ത് വെക്കുക, ടെസ്ല മീറ്റേഴ്സ് പെർ ആംപിയർ. ടെസ്ല
മീറ്റേഴ്സ് പെർ ആംബിയർ. അപ്പൊ എന്താണ് മ്യൂനോട്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി മ്യൂനോട്ട് എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. മ്യൂനോട്ട് ആരാണ്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് വിളിക്കും. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് മ്യൂനോട്ട്. ഓക്കെ, അപ്പോ ബയോട്ട് സാവാർട്ട് ലോനെ പറ്റി ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇനി ബയോട്ട് സാവാർട്ട് ലോന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചേട്ടാ, ഇവിടെ AB ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ട്. കണ്ടക്ടറിന്റെ ലെങ്ത് ഫൈനൈറ്റ് ആണ്. അയാൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കാണാൻ പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഓഫ് ഫൈനൈറ്റ് ലെങ്ത്. അപ്പൊ ഇതിന്റെ ലെങ്ത് ഫൈനൈറ്റ് ആണ്. ലെങ്ത് നമുക്ക് L എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഡെറിവേഷൻ പാർട്ടില് നമ്മൾ ഈ സൈഡിൽ എല്ലും ഈ സൈഡിൽ എല്ലുമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഡെറിവേഷൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ബോർഡ് എക്സാമിന് അത്ര ഇമ്പോർട്ടന്റ് ഇല്ലാത്ത ഡെറിവേഷൻ ആണ്. നമുക്ക് അതിന്റെ നേരിട്ട് ഇക്വേഷനിലേക്ക് പോവാം. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നോക്കുക. ഓക്കെ, ഒരു കണ്ടക്ടർ AB ഉണ്ട്. ഓക്കെ, ആ കണ്ടക്ടറിൽ നിന്നും P എന്ന് പറയുന്ന പോയിന്റ് അതിലേക്കുള്ള ദൂരം R ആണ്. ഓക്കെ, ഇനി ഈ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരറ്റത്തേക്ക് A എന്ന് പറയുന്ന അറ്റത്തേക്ക് നമ്മൾ ഒരു ലൈൻ ജോയിൻ ചെയ്താൽ അവിടെ ഫോം ചെയ്യുന്ന ഒരു ആംഗിൾ ആണ് φ1. കാണുന്നുണ്ടോ മക്കളെ? φ1 ഇമ്പോർട്ടന്റ് ആംഗിൾ ആണ് φ1. ഓക്കെ, ക്ലിയർ? അതുപോലെ തന്നെ അതേ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും B എന്ന് പറയുന്ന പോയിന്റിലേക്ക്, അതായത് കണ്ടക്ടറിന്റെ മറ്റേ അറ്റത്തേക്ക് വരയ്ക്കുന്ന ലൈനിലേക്കുള്ള ആംഗിൾ ആണ് φ2. എവിടുന്ന് രണ്ടും മെഷർ ചെയ്യുന്നേ? പോയിന്റും കണ്ടക്ടറും തമ്മിൽ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. ആ പെർപെൻഡിക്കുലർ ആയിരിക്കും അവിടുത്തെ ദൂരം. ആരാത്? ആറ്. ഏതാറാ? ക്യാപിറ്റൽ ആറേ. ഓക്കെ, സോ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് പിയും കണ്ടക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. പിയും കണ്ടക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ആ ലൈനിൽ നിന്നും എൻഡിലേക്ക് വരയ്ക്കുന്ന ലൈനിലേക്കുള്ള ആംഗിൾ φ1. അതേപോലെ അപ്പുറത്തേക്കുള്ളത് φ2. ക്ലിയർ? ഇത്രയും ആൾക്കാരാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, എങ്കിൽ ഞാൻ നേരെ ഡിസ്കഷനിലേക്ക് പോവാണ്. ഈ AB എന്ന് പറയുന്ന കണ്ടക്ടർ, P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇനി DB ആവശ്യമില്ല, ഫുൾ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്തിങ്ങനെ എഴുതും മക്കളെ? B ഈക്വൽ ടു μ0 I by 4 pi R into sin φ1 plus sin φ2. ഓക്കെ, അപ്പൊ ഇതിൽ ആരൊക്കെയാണ് ഈ ആൾക്കാര് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യം മാത്രമേ ഉള്ളൂ. ആരാണ് I കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, ആർ എന്താണ് മക്കളെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടർ ആൻഡ് ദ പോയിന്റ്. കണ്ടക്ടറിൽ നിന്നും പോയിന്റിലേക്കുള്ള ദൂരമാണ് R. ഓക്കെ, φ1 എന്താ? φ1 ഡിസ്റ്റൻസ്, ഈ ദൂരവും തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾ φ1. അതുപോലെ തന്നെ മറ്റേ വശത്ത് ഫോം ചെയ്യുന്ന ആംഗിൾ φ2. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് JEE മെയിൻസില് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസിന്റെ ഡയറക്റ്റ് ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, കേസ് ബൈ കേസസ് നമുക്ക് പറയാം. 3 കേസസ് ആണ് നമുക്ക് സ്ഥിരമായിട്ട് വരാറുള്ളത്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ശ്രദ്ധിച്ചേ മക്കളെ, നോക്കിയേ. നമ്മൾ നേരത്തെ കണ്ടക്ടർ വരച്ചത് ഇങ്ങനെയാണല്ലേ? ശരിയല്ലേ? മുകളിലേക്ക് φ, താഴേക്കും ഒരു φ, താഴേക്കുള്ള φ1 എന്ന് വിളിച്ചു, മുകളിലേക്ക് φ2 എന്ന് വിളിച്ചു. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ, ഈ അറ്റത്തേക്ക് മെഷർ ചെയ്യുന്ന ആംഗിൾ സാധാരണ പോലെ തന്നെയാണ്. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ എൻഡ് ഇവിടെ വരണമായിരുന്നു എങ്കിൽ അങ്ങോട്ടേക്കുള്ള ആംഗിള് ഇങ്ങനെയല്ലേ വരേണ്ടിയിരുന്നേ? പക്ഷെ അത് എങ്ങനെ പോയി മക്കളെ? അത് ഇങ്ങനെ പോയി. ഓക്കെ, ഫിഗറില് വ്യക്തമായിട്ട് കാണുന്നുണ്ടോ? ഈ ആംഗിള് ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഈ ആംഗിൾ നമ്മുടെ φ2 ആണ്. θ2 എന്നാണ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം അത് φ2 എന്ന് വിളിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ കുഞ്ഞി ആംഗിള് ഇവിടെ തന്നിരിക്കുന്നത് θ1 എന്നാണ്. ഞാൻ അയാളെ φ1 എന്ന് വിളിക്കും. φ2 എടുത്തിരിക്കുന്നതിൽ ഒരു വ്യത്യാസമില്ല. ബട്ട് φ1 നേരത്തെ എങ്ങനെ മെഷർ ചെയ്തിരുന്നു അതിന്റെ ഒപ്പോസിറ്റ് ആണല്ലേ? അപ്പോൾ ഇക്വേഷനിലെ ചെറിയൊരു വ്യത്യാസം. B ഈക്വൽ ടു μ0 I by 4 pi R sin φ2 മെഷർ ചെയ്തിരിക്കുന്നതിൽ ഒരു വ്യത്യാസമില്ല. പക്ഷെ φ1 ഓപ്പോസിറ്റ് ആയി പോയി. എതിർ ദിശയിലേക്കാണ്
ϕ1 ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ϕ1 എഴുതുമ്പോൾ -ϕ1 പ്ലസ് സൈൻ ϕ2 എന്ന് എഴുതാം. ϕ2 പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ϕ1 മെഷർ ചെയ്തത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി, ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, അതാണ് ഇവിടെ വന്നിരിക്കുന്ന മാറ്റം. ക്ലിയർ? അതുപോലെ രണ്ടാമത്തെ കണ്ടീഷനില് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് ഇൻഫൈനൈറ്റ് റോഡാണ്. നോക്കിയേ, ടു ഇൻഫിനിറ്റി എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ടു ഇൻഫിനിറ്റി. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, മറ്റേ അറ്റവും അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യനിൽ വരിക? ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള റോഡ് എന്ന് ചോദിക്കും. അപ്പോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. നമ്മുടെ പോയിന്റ് എവിടെയാ മക്കളെ? പോയിന്റ് എവിടെയാ? പോയിന്റ് ഇവിടെയാ. ഓക്കെ, രണ്ടറ്റത്തേക്കും ഇൻഫൈനൈറ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, എങ്കിൽ നിങ്ങൾ ഈ പോയിന്റിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് വരയ്ക്കാൻ നോക്കുമ്പോൾ ഈ ആംഗിള് അപ്രോക്സിമേറ്റ്ലി 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഒരുപാട് ഇൻഫൈനൈറ്റ് ദൂരത്തേക്ക് പോകുമ്പോൾ ഈ ആംഗിൾ നമുക്ക് 90 ഡിഗ്രി ആയിട്ട് എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റ് ചെയ്യാം. രണ്ട് വശത്തും അതുപോലെ സംഭവിക്കും. അപ്പോൾ നമ്മുടെ ϕ1 ϕ2 എന്തായി പോവും? ϕ1 ϕ2 90 ഡിഗ്രി ആവുന്നു അല്ലെ. സൈൻ ϕ1 90 ആയാൽ, സോറി, സൈൻ ϕ1 സൈൻ 90 ആയാൽ ഇത് 1 അല്ലേ, ഇത് 1 അല്ലേ, അപ്പൊ ഇതും 1 അല്ലേ. സോ 1 + 1 എന്ന് വന്നിട്ട് 2 കിട്ടും. 2ഉം 4ഉം ക്യാൻസൽ ആയാൽ ഫൈനൽ ഇക്വേഷൻ ഞാൻ നേരെ എഴുതട്ടെ. സെക്കൻഡ് കേസിൽ B = μ0 I by μ0 I by 2 by r. ഏതാണ് കേസ്? ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള റോഡ്, രണ്ടറ്റത്തേക്കും ഇൻഫൈനൈറ്റ് ലെങ്ത്. മൂന്നാമതൊരു കേസ് കൂടി ഉണ്ട്. എന്താ? സെമി ഇൻഫൈനൈറ്റ് എന്ന് വിളിക്കാം. എന്താണ്? സെമി ഇൻഫൈനൈറ്റ്. അതായത് ഒരറ്റം അവിടെ നിൽക്കുക, എന്നാൽ മറ്റേ അറ്റം ഇൻഫിനിറ്റ് വരെ പോകുന്നുണ്ട്. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റോ ഇവിടെയാണ്. ഓക്കെ, അവിടെ വരുമ്പോൾ നമുക്ക് ഒന്നാമത്തെ എൻഡിലേക്ക് നമ്മൾ വരച്ചാൽ വീണ്ടും എന്ത് കിട്ടും? ആംഗിള് അത് π/2 ആയിട്ട് വരും, അപ്രോക്സിമേറ്റ്ലി π/2 ആയിട്ട് വരും. എന്നാൽ രണ്ടാമത്തെ എൻഡിലേക്ക് വരയ്ക്കുമ്പോ നേരെ വരിക അല്ലേ. എടാ, ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു ആംഗിൾ ഉണ്ടായാനെ. ഇവിടെ വന്നപ്പോ ആംഗിൾ ചെറുതായി, ഇവിടെ എത്തിയപ്പോ ആംഗിള് 0. ഓക്കെ, അപ്പോൾ ϕ1 0യും ϕ2 π/2 വരും അല്ലെ. ϕ1 0 ആണ്. ഇവിടെ നമുക്ക് ഫിഗറിൽ ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ϕ1 0 ആണ്. ϕ1 0. ഓക്കെ, ക്ലിയർ? അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതേപോലെ നേരത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് ϕ1 0 ആവുമ്പോ സൈൻ 0 സൈൻ 90 1 വന്നു അല്ലെ. അപ്പൊ എന്ത് വരുന്നു? ഇവിടെ 0 1 ബാക്കി μ0 I by 4πr മാത്രം അവശേഷിക്കുന്നു അല്ലെ. μ0 I by 4πr മാത്രം അവശേഷിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ B = μ0 I by 4πr. 3 കേസസ്. ഒന്ന്, ഫൈനൈറ്റ് റോഡ് തന്നെ ചെറിയ വ്യത്യാസത്തിൽ അലൈൻ ചെയ്തിരിക്കുന്നു. 2, ഇൻഫൈനൈറ്റ് റോഡ്. 3, സെമി ഇൻഫൈനൈറ്റ് എന്ന് വിളിക്കാം. ഇവിടെ എല്ലായിടത്തും ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ കൂടി ചോദ്യങ്ങൾ വരും. അതിന് നിങ്ങൾ 10th പഠിച്ച റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെ യൂസ് ചെയ്താൽ മതി. ഏതാ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളേ? നോക്കി, ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ ചെയ്തോ. കറണ്ടിന്റെ ഡയറക്ഷൻ അപ്വേർഡാ കൊടുത്തിരിക്കുന്നത് അല്ലെ, അപ്വേർഡ്. അപ്പോ എന്ത് ചെയ്യുന്നു? തമ്പ് കറണ്ടിന്റെ ഡയറക്ഷൻ പിടിച്ച് കണ്ടക്ടറിനെ ചുറ്റി പിടിക്കുക. അപ്പോൾ നിങ്ങളുടെ മറ്റ് വിരലുകൾ എങ്ങനെ പോകുന്നോ ആ ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ലെ. അങ്ങനെയല്ലേ പഠിച്ച 10th? നോക്കിയടാ, ഇവിടെ നോക്കി, ഇതാണ് പോയിന്റ്, ഇവിടെയാണ് പോയിന്റ്. അവിടെ വരുമ്പോ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ചുറ്റി പിടിക്കുമ്പോ ഇൻ ടു ദ പ്ലെയിൻ, നമ്മുടെ ബോർഡിന്റെ പ്ലെയിന്റെ ഉള്ളിലേക്കാ പോകുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്യുക ക്രോസ് മാർക്ക് ഇട്ടാണ് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ചോദ്യം കൂടെ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇതേ ബയോട്ട് സവാർഡ് ലോ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാണാൻ നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ബയോട്ട് സവാർഡ് ലോയിൽ തന്നെ പെടുന്നതാണ്
ഈ ഡെറിവേഷൻ ബോർഡ് എക്സാംസിനോട് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ഉണ്ട്. കറണ്ട് കടന്നു പോകുന്ന വൃത്താകൃതിയിലുള്ള ഒരു ലൂപ്പ് ഉണ്ട്. അവന്റെ റേഡിയസ് എ ആണ്. റേഡിയസ് എ ആണ്. ഓക്കെ, നമ്മുടെ സർക്കുലർ ലൂപ്പ് ZY പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അവന്റെ സെന്ററിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് എക്സ് ആക്സിസും പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിനെ നമുക്ക് അവന്റെ ലൂപ്പിന്റെ ആക്സിസ് ആയിട്ട് കാണാം. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് ആര്? നമ്മുടെ എക്സ് ആക്സിസ്. ഓക്കെ, ആ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ്, അവിടെ ലൂപ്പ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നാണ് കാണണ്ടേ. ബയോട്ട് സവാർട്ട് ലോ പറയുന്നത് നിങ്ങൾ ആദ്യം ഒരു കറണ്ട് എലമെന്റ് എടുക്കൂ. കറണ്ട് എലമെന്റ് നമ്മൾ ചെറിയൊരു കറണ്ട് എലമെന്റ് എടുക്കുകയാണെ, ലെങ്ത് ഡി എൽ, ലൂപ്പിലെ ചെറിയ DL എന്ന ലെങ്ത് ഉള്ള ഒരു കറണ്ട് എലമെന്റ് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഐ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ലൂപ്പിന്റെ സെന്ററിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം നമ്മൾ എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എക്സ് എന്നാണ് ആ ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കറണ്ട് എലമെന്റും പോയിന്റും തമ്മിലുള്ള ദൂരവും വേണം, ശരിയല്ലേ? ആ ദൂരം എന്ന് പറയുന്നത് ആർ ഡിസ്റ്റൻസ് ആണ്. ആ ദൂരവും Y ആക്സിസുമായിട്ടുള്ള ആംഗിൾ ആണ് തീറ്റ. Y ആക്സിസിലാണ് നമ്മുടെ റേഡിയസ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ റേഡിയസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ? ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇവിടെ നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ കറണ്ട് ലൂപ്പ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തണം. ഓക്കെ, വീണ്ടും നമ്മൾ എടുക്കുകയാണ് സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ്. ഇവൻ ഉണ്ടാക്കുന്ന സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് വേണ്ടത്, അല്ലെ? അവരെ നമ്മൾ DB എന്ന് വിളിക്കുകയാണ്. DB മാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. കറണ്ട് എലമെന്റിന്റെ ഡയറക്ഷൻ ടാൻജൻഷ്യൽ ആയിരിക്കുമല്ലോ, അല്ലെ? കറണ്ട് എലമെന്റ് ഡയറക്ഷൻ ടാൻജൻഷ്യൽ ആണ്. അപ്പോ കറണ്ടിന്റെ ഡയറക്ഷനും ടാൻജൻഷ്യലാണ്. അതുപോലെ നമ്മുടെ ഡിസ്റ്റൻസ് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ബയോട്ട് സവാർട്ട് ലോയില് ഈ രണ്ട് എലമെന്റിന്റെയും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും DB കടന്നു പോകുന്നത്. ഓക്കെ, ബയോട്ട് സവാർട്ട് ലോ പറയുന്നുണ്ട് ഇവിടെ ഈ രണ്ടു പേർക്കും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര് പോകുന്നത്? DB പോകുന്നത്. ഓർത്ത് വെക്കുക, ഈ പോയിന്റ് IDLന്റെയും R വെക്ടറിന്റെയും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് പോവുക? DB പോവുക. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ പ്ലെയിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര് പോകുന്നത്? DB പോകുന്നത്. DB കടന്നു പോകുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഈ XY പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ DBയുടെ ഡയറക്ഷൻ മനസ്സിലായല്ലോ, അല്ലെ? ഇനി DBക്ക് അപ്പൊ രണ്ട് കമ്പോണൻസ് വരികയാണ്. ആരൊക്കെയാണ്? DB എക്സ് ആക്സിലുള്ളതിനെ DB എക്സ് എന്ന് വിളിക്കുന്നു. DBയുടെ കമ്പോണന്റ് Y ആക്സിലുള്ളതിനെ DBY എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ കൺസിഡർ ചെയ്തതുപോലെ അതേ ഒരു കറണ്ട് എലമെന്റ് ഇവിടെയും കാണില്ലേ? ഇല്ലേ? ആ കറണ്ട് എലമെന്റ് കാരണം ഇവിടെയും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ലേ? അതേ അളവ് തന്നെ ആയിരിക്കും. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ രണ്ട് കമ്പോണൻസ് ഇങ്ങനെ വരുമ്പോൾ DBY ഒപ്പോസിറ്റ് ആയിട്ട് ക്യാൻസൽ ആയി പോകും. ഒന്നുകൂടെ പറയാം, ഒപ്പോസിറ്റ്, ഡയമെട്രിക്കലി ഒപ്പോസിറ്റ് വരുന്ന ചെറിയ കറണ്ട് എലമെന്റ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ വെക്ടർ കമ്പോണന്റുകൾ ഇങ്ങനെയാണ് വരിക. അതിലെ Y കമ്പോണന്റ് നേരത്തെ പറഞ്ഞ Y കമ്പോണന്റുമായിട്ട് ക്യാൻസൽ ഔട്ട് ആകുന്നുണ്ട്. ഓക്കെ, എങ്കിൽ നമുക്ക് ആകെ ഉണ്ടാകുന്ന ബാക്കി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആര് മാത്രമാ? DB കോസ് തീറ്റ മാത്രമാണ്. ഓക്കെ, DB കോസ് തീറ്റ മാത്രമാണ് ബാക്കി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണണമെങ്കിൽ ഇന്റഗ്രൽ ഓഫ് DB കോസ് തീറ്റയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, കാരണം എന്താ? Y കമ്പോണന്റ് ഒക്കെ പോയി, ഒപ്പോസിറ്റ് ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, ഇനി എങ്ങനെ നമുക്ക് ഈ DB കോസ് തീറ്റ കണ്ടുപിടിക്കാം? അതിനുവേണ്ടി DB കാണാൻ നമുക്ക് ബയോട്ട് സവാർട്ട് ലോ ഉപയോഗിക്കാം. ഈ കോസ് തീറ്റ ഒന്ന് ഞാനിവിടെ കണ്ടുപിടിച്ച് വെക്കുന്നുണ്ട്. കോസ് തീറ്റ
മക്കളെ ഇത് തീറ്റയാണല്ലോ. ഓക്കെ, ഇത് തീറ്റയാണെങ്കിൽ ഇവിടെ 90 മൈനസ് തീറ്റ വരും, സിമ്പിൾ. ഇവിടെ അപ്പൊ എന്ത് വരും? തീറ്റ വരും. ഇവിടെ എന്ത് വരും? ഇവിടെ 90 മൈനസ് തീറ്റ വരും. അപ്പൊ ഇവിടെ ഒരു തീറ്റ വരും. ഓർക്കുക, ഇതും ഒരു മട്ട ത്രികോണമാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഓക്കെ, ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ക്ലിയർ? അപ്പോ ഒന്നുകൂടെ, തീറ്റ 90 മൈനസ് തീറ്റ, തീറ്റ 90 മൈനസ് തീറ്റ, തീറ്റ. ഓക്കെ, ശ്രദ്ധിച്ചേ, ഈ ട്രയാങ്കിളിൽ കോസ് തീറ്റ എന്താണെന്ന് പറഞ്ഞേ? അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടിനസ്. അഡ്ജസെന്റ് ആരാ? അഡ്ജസെന്റ് എ ആണ് വരുന്നത് അല്ലേ? തീറ്റയുടെ അഡ്ജസെന്റ്, അടുത്തുള്ള വശം എ. ഹൈപ്പോട്ടിനസ് 6 ആണ്. എന്നാൽ എനിക്ക് 6-ലല്ല ഞാൻ എഴുതാൻ പോകുന്നേ. ഞാൻ എഴുതാൻ പോകുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ്. ഓക്കെ, എനിക്ക് 6-ലല്ല എഴുതേണ്ടത്. റേഡിയസ് ഓഫ് ദ റിംഗും പോയിന്റിലേക്കുള്ള ദൂരവും എയും എക്സിലുമാണ് എനിക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒരാളെ കൂടി ഞാൻ ഇവിടെ എഴുതുക. ഞാൻ പറഞ്ഞു 6-നെ നമ്മൾ ഒഴിവാക്കുകയാണ്. ഓക്കെ, വിഷമിക്കേണ്ട, 6-നെ നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പൊ ആറ് സ്ക്വയറിനെ എനിക്ക് എങ്ങനെയും എഴുതാം. അതേ ട്രയാങ്കിളിൽ നിന്നും 6 സ്ക്വയറിനെ നമുക്ക് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നും എഴുതാം. ഓക്കെ, അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി ബയോട്ട് സാവേർട്ട് ലോ പറയുന്ന ഡി ബി എന്താണെന്ന് നോക്കാം. ഡി ബി. ഓക്കെ, അപ്പൊ ഡി ബിയിലേക്ക് പോകുമ്പോ ഇന്റഗ്രൽ മ്യൂനോട്ട് ബൈ 4π. ഓക്കെ, ഇനി ഐ ഡി എൽ സൈൻ തീറ്റ, ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഉണ്ട് അല്ലെ? ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇനി എന്താണ് സൈൻ തീറ്റ? ഇവിടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ, ഓൾറെഡി ഇവിടെ തീറ്റ ഉള്ളതുകൊണ്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതാണെങ്കിലും കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഞാൻ ഈ തീറ്റ മാറ്റി ഫൈ എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ച ഇക്വേഷനിൽ ആ ആംഗിൾ എന്തായിരുന്നു? അത് നമ്മുടെ കറണ്ട് എലമെന്റും ഡിസ്റ്റൻസും തമ്മിലുള്ള ആംഗിൾ ആണ്. ശ്രദ്ധിച്ചാൽ ഈ ആംഗിള് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈ ആംഗിൾ എത്രയാ വരുന്നേ? ഈ ആംഗിള് 90 ഡിഗ്രി ആണ് വരുന്നത്. നിങ്ങൾ 3 ഡയമെൻഷനലി ചിന്തിക്കുക. ഓക്കെ, കറണ്ട് എലമെന്റ് ടാൻജൻഷ്യൽ ആയിട്ട് പോകുന്നു. ഡിസ്റ്റൻസ് അവിടെ ചെരിഞ്ഞ ഒരു പ്ലെയിനിൽ നിങ്ങൾ ഒരു 90 ഡിഗ്രി സങ്കല്പിക്കുക. ഓക്കെ, അപ്പോ സൈൻ ഫൈ 90 വന്നു, അത് 1 ആയി പോകും അല്ലെ? അത് 1 ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ സൈൻ ഫൈ ആരായി മാറുന്നു? 1 ആയി മാറുന്നു. ആർ സ്ക്വയർ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയാം. ഒരു കോസ് തീറ്റ കൂടെ ഉണ്ട്, അതുകൂടെ എഴുതുകയാണ് ഞാൻ. ഓക്കെ, കോസ് തീറ്റ. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അറിയാവുന്ന ആൾക്കാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മ്യൂനോട്ട് ബൈ 4π കോൺസ്റ്റന്റ് ആണല്ലേ? മ്യൂനോട്ട് ബൈ 4π ഐ കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കുന്നുണ്ട്. ആർ സ്ക്വയർ നമ്മൾ ഇത് മുഴുവനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആറിന് ഒരു വ്യത്യാസം വരുന്നില്ല. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലത്തെ കുറെ കറണ്ട് എലമെന്റുകളെ അങ്ങ് ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലെ? കുറെ കറണ്ട് എലമെന്റുകൾ ഇങ്ങനെ ഉണ്ടാവും. ഒരു കറണ്ട് എലമെന്റ് കണ്ടുപിടിച്ചാൽ അവരെല്ലാം കൂടെ ആഡ് ചെയ്യണം അല്ലേ? അപ്പോ ആറിന് വല്ല വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. അപ്പോ ആറ് കോൺസ്റ്റന്റാ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6 വേരിയബിൾ അല്ല. ആറിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആറിനെയും നിങ്ങൾക്ക് പുറത്തെഴുതാം. കോസ് തീറ്റ നോക്കിയേ, എ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. എ റിങ്ങിന്റെ റേഡിയസാ, അതും മാറുന്നില്ല. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ, എക്സ്, അതും മാറുന്നില്ലല്ലോ. അപ്പൊ കോസ് തീറ്റയും എന്താണ്? അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരാളാണ്, അയാളും മാറുന്നില്ല. അപ്പൊ അയാളെയും എനിക്ക് എന്ത് ചെയ്യാം? റൂട്ടിന്റെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ആരാണ് അവിടെ വേരി ചെയ്യുന്നേ? ഒരേ ഒരാള്. ആരാതാ? ഇന്റഗ്രൽ ഡി എൽ.
നിങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ എലമെന്റുകൾ എടുത്ത് ആഡ് ചെയ്യുമ്പോ ആ ലെങ്ത് ആഡായി വരുന്നുണ്ട്. അത് ടോട്ടൽ ലെങ്ത് ആയി മാറും. എന്താ ടോട്ടൽ ലെങ്ത്? സർക്കിളിന്റെ പെരിമീറ്റർ 2πr എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റേഡിയസ് ഇവിടെ a ആണ് അല്ലെ. അപ്പൊ ഇന്റഗ്രൽ dl എന്താകും? ഇന്റഗ്രൽ dl ടോട്ടൽ ലെങ്ത് ആകും. അത് 2πa ആണ് വരിക. ശരിയല്ലേ? എന്നാൽ അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന ഫൈനൽ ഇക്വേഷൻ b ഈക്വൽ ടു μ0 I a സ്ക്വയർ ബൈ 4π. ഇവിടെ നമുക്ക് 2π കൂടെ വരുന്നുണ്ട്. 2πa സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ a ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. മക്കളെ r സ്ക്വയർ a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിനെ ചുരുക്കി ഞാൻ ഇങ്ങനെ എഴുതുന്നു, a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. എങ്ങനെയാ ഇക്വേഷൻ വരുന്നേ? എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 1/2 വന്നാൽ നിങ്ങൾക്ക് എക്സ് റേസ് ടു 3/2 എന്ന് എഴുതാം. ഓക്കെ, അതേ പാറ്റേണിൽ എഴുതുന്നേ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സിംപ്ലിഫൈഡ് ഫോർമുല എങ്ങനെ കൂടി എഴുതാം? 2π 4π കട്ട് ചെയ്താൽ μ0 I ആരൊക്കെയാ പോയത്? 2π പോകുന്നുണ്ട്. അതുപോലെ 4π ക്യാൻസൽ ആവുന്നുണ്ട്. ബാക്കി μ0 I a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന ജനറൽ ഇക്വേഷൻ കിട്ടുകയാണ്. ഇത് എന്തിനുള്ള ഇക്വേഷൻ ആണ്? ഒരു സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറി പി എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ ആണ്. ഇതേ ഇക്വേഷന്റെ ഒരു 3 ചെറിയ കേസസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നോക്കിയേ, ഫസ്റ്റ് കേസില് നമുക്ക് അറ്റ് ദ സെന്റർ, ഓക്കെ, അതായത് എക്സ് 0 ആവുക അല്ലെ. എന്താ ചെയ്യുന്നേ? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ കാണണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ നമ്മൾ കാണാൻ പോകുന്നത് അറ്റ് ദ സെന്റർ. ആരുടെ സെന്ററിലാ? ലൂപ്പിന്റെ സെന്ററിലാണ് പി പോയിന്റ് എങ്കിൽ എക്സിന്റെ വാല്യൂ 0 ആവും. എക്സിന്റെ വാല്യൂ 0 നമ്മൾ ഇവിടെ കൊടുക്കുമ്പോ ഇവിടെ 0 വരും അല്ലെ. a സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന് വരും. a സ്ക്വയർ ഹോൾ റേസ് ടു 3/2 റേസ് ടു 2 ഹോൾ റേസ് ടു 3/2 a ക്യൂബ് എന്നാവും. a ക്യൂബും a സ്ക്വയറും കൂടെ വെട്ടിപ്പോയി നമുക്ക് കിട്ടുന്ന ചെറിയ ഇക്വേഷൻ b ഈക്വൽ ടു μ0 I ബൈ 2a. എന്താ സംഭവിച്ചേ? അറ്റ് ദ സെന്റർ ഓഫ് ദ റിംഗ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 0 ആകും. 0 ഇട്ട് കൊടുത്താൽ കിട്ടുന്ന ഒരു ചെറിയ ഇക്വേഷൻ b ഈക്വൽ ടു μ0 I ബൈ 2a. ഓക്കെ, അടുത്ത കേസ് when x is very less than a. എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എനേക്കാൾ വളരെ ചെറുതാണ്. എ എന്താ? റേഡിയസ് ഓഫ് ദ റിംഗ് അല്ലെ. അതിനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ 1-2 സ്റ്റെപ്സ് നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. ഞാൻ ആ സ്റ്റെപ്സ് ഒന്ന് ഇവിടെ എഴുതി കാണിക്കാം. എന്താ ചെയ്യുന്നത്? ഞാൻ μ0 I a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, ഈ ടേമിൽ നിന്നും ഒരു a സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോ a സ്ക്വയർ വെളിയിൽ വന്നാൽ a സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്തായി മാറും? a ക്യൂബ് ആയിട്ട് മാറും. തൊട്ട് മുന്നേ പറഞ്ഞു അല്ലെ. ബാക്കി a സ്ക്വയർ പുറത്തു വന്നപ്പോ 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ അവിടെ a സ്ക്വയർ ഇല്ലാത്തത് കൊണ്ട് ഡിനോമിനേറ്ററിൽ ഞാനൊരു a സ്ക്വയർ കൊടുക്കുന്നുണ്ട്. ഹോൾ റേസ് ടു 3/2 എന്ന് വരും. ഹോൾ റേസ് ടു 3/2. ഓക്കെ, ഇനി a സ്ക്വയർ ക്യൂബ് ക്യാൻസൽ ആയി പോകുന്നു. അതുപോലെ തന്നെ 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ a സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോ എങ്ങനെയാ വരിക? μ0 I ബൈ 2a 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ a സ്ക്വയർ ഹോൾ റേസ് ടു -3/2 എന്ന് വരും. -3/2 എന്ന് വരും. ബൈനോമിയൽ എക്സ്പാൻഷനില് ഈ ടേം 1 മൈനസ് 3/2 എക്സ് സ്ക്വയർ ബൈ a സ്ക്വയർ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഇത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ബൈനോമിയൽ എക്സ്പാൻഷനില് 1 പ്ലസ് എക്സ് ഒരു കുഞ്ഞു വാല്യൂ ആണേ.
ഹോൾ റേസ് ടു മൈനസ് n ആണെങ്കിൽ 1 മൈനസ് n ഇൻറ്റു എക്സ് ടേം വരും. പിന്നെ ഒക്കെ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ടേമുകളാണ്, ചെറിയ 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 ടേമുകളായിരിക്കും, അത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ ഇവിടെ എഴുതാനുള്ളത് ബി ഈക്വൽ ടു മ്യൂ നോട്ട് ഐ ബൈ 2a ഇൻറ്റു 1 മൈനസ് 3/2 എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ഞാനിതങ്ങ് കളഞ്ഞോട്ടെ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കേസ്. വെൻ എക്സ് ഇസ് വെരി ലെസ് ദാൻ എ, എന്നേക്കാൾ ഭയങ്കര കുഞ്ഞതാണ് എക്സ് എങ്കിൽ ഇതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. മാറിപ്പോവല്ലേ? ഓക്കെ, അടുത്ത കേസ് വെൻ എ ഈസ് വെരി ലെസ് ദാൻ എക്സ്, എക്സിനേക്കാൾ ഭയങ്കര കുഞ്ഞതാണ് എ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോക്കി ഇക്വേഷൻ, എനേക്കാൾ വളരെ ചെറുതാണ്, സോറി എക്സിനേക്കാൾ വളരെ ചെറുതാണ് എങ്കിൽ എ വെരി ലെസ് ദാൻ എക്സ്, എക്സിനേക്കാൾ വളരെ ചെറുതാണ് എ എങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ എനെ, ചെറിയ വാല്യൂ ആണല്ലേ, അപ്പൊ എ സ്ക്വയർ ഒരു പിന്നെയും ചെറുതാവും. അപ്പൊ എന്ത് സംഭവിക്കാം? ഇത് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നെഗ്ലക്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് മാത്രം വരും. അപ്പൊ എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 2 കട്ട് 3 ബാക്കി എക്സ് ക്യൂബ് എന്ന് വരും. ആ സിറ്റുവേഷനില് നമ്മുടെ ബി നമുക്ക് എങ്ങനെ എഴുതാം? ബി നമുക്ക് മ്യൂ നോട്ട് ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, മുകളിലുള്ള എ സ്ക്വയർ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയല്ലേ, അപ്പൊ മൊത്തം അങ്ങ് 0 ആയി പോകും. മുകളിലുള്ളത് മാത്രം നമുക്ക് അവിടെ നിർത്തേണ്ടി വരും, കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പക്ഷെ അത് ചെറിയൊരു വാല്യൂ ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പത്തിന് ഈ എ സ്ക്വയർ പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. ഓക്കെ, സോ ഒരു റിങ്ങിനെ സംബന്ധിച്ച് 3 ചെറിയ 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 കേസസ്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് ബയോട്ട് സവാർഡ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. ഡെറിവേഷൻ ഉണ്ട്, ഒരു 6ഓളം ചെറിയ ചെറിയ കേസസ് ഉണ്ട്, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.